വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പുതിയൊരു ലെസണിലേക്കാണ് പോണത്. ലെസൻ്റെ പേര് ലെസൺ ടു ദ മൗണ്ടെയിൻ. ഇതൊരു നാടകമാണ്, ഡ്രാമ. ഇത് എഴുതിയിരിക്കുന്നത് കാവേരി നമ്പിസാൻ. നമുക്കിതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങൾ. ഗ്രാൻഡ് മദർ ഒരു മുത്തശ്ശിയാണ്. നാരായൺ സ്കൂൾ ഹെഡ് മാസ്റ്റർ. നാരായൺ എന്ന് പറയുന്നത് സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. രാമണ്ണ ടീ ഷോപ്പ് ഓണർ. രാമണ്ണ എന്ന് പറയുന്നത് ഒരു ചായക്കട നടത്തുന്ന ആളാണ്. അയാളാണ് ആ ചായക്കടയുടെ മുതലാളി. പിന്നെ ശാസ്ത്രി, കണ്ണൻ, രുദ്രപ്പ, ഇവർ 3 പേരും ആ വില്ലേജിലെ ആളുകളാണ്. സാഗർ ബിൽഡിംഗ് കോൺട്രാക്ടർ. സാഗർ എന്ന് പറയുന്ന ആൾ ഒരു ബിൽഡിങ്ങൊക്കെ കോൺട്രാക്റ്റിനെടുത്ത് ചെയ്തു കൊടുക്കുന്ന ആളാണ്. പിന്നെ ഡിക്സിറ്റ്, ഇയാളൊരു മില്യണയർ ഇൻഡസ്ട്രിയലിസ്റ്റാണ്, വ്യവസായിയാണ്. അതേസമയം അദ്ദേഹം ഒരു കോടിപതി കൂടി ആണ്, മില്യണയറാണ്. ദെൻ ദ പ്ലേ ഈസ് സെറ്റ് ഇൻ എ വില്ലേജ്. ഈ നാടകം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. ദ ബാക്ക്ഗ്രൗണ്ട് ഷോസ് മൗണ്ടെയിൻസ്, ട്രീസ് ആൻഡ് റിവർ ഡെപിക്റ്റിംഗ് എ നാച്ചുറൽ കൺട്രി സൈഡ് വ്യൂ. സ്റ്റേജിൻ്റെ കർട്ടൻ ഉയർന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സീൻസ് എന്ന് പറയുന്നത് പർവ്വതങ്ങൾ, മരങ്ങൾ, നദികൾ, അല്ലേ, ഇവയൊക്കെ ഇങ്ങനെ ചേർന്ന് നടക്കുന്നൊരു വ്യൂ ആണ്. സീൻ 1 and 4 ആർ ഇനാക്റ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കർട്ടൻ. 1ാമത്തെയും 4ാമത്തെയും സീനുകൾ എന്ന് പറഞ്ഞാൽ 1ാമത്തെയും 4ാമത്തെയും രംഗങ്ങൾ കർട്ടൻ്റെ മുന്നിൽ വെച്ച് നടക്കുന്നു. എന്ന് പറഞ്ഞാൽ കർട്ടൻ ഉയർത്തുന്നില്ല. ദ കർട്ടൻ റൈസസ് ഫോർ സീൻ 2, 3 and 5. 2, 3, 5 സീനുകൾക്ക് മാത്രമാണ് കർട്ടൻ ഉയർത്തുന്നത്. നമുക്ക് ആദ്യത്തെ രംഗത്തിലേക്ക് പോകാം. സീൻ നമ്പർ 1. ഗ്രാൻഡ് മദർ അപ്പിയേഴ്സ് ഫ്രം സ്റ്റേജ് റൈറ്റ്, ഹോബിൾസ് ടു ദ സെൻറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ കർട്ടൻ. ഗ്രാൻഡ് മദർ സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും വരുന്നു. ഹോബിൾസ് ടു ദ സെൻറ്റർ. ഹോബിൾ എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയല്ലേ, കുറച്ച് പ്രായമുള്ളതുകൊണ്ട് തന്നെ അവർ വളരെ പതുക്കെ ഇങ്ങനെ മെല്ലെ സ്ലോ ആയിട്ട് സ്റ്റേജിൻ്റെ സെൻറ്ററിലേക്ക് വരുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് ദ കർട്ടൻ, കർട്ടൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഇവിടെ നമ്മുടെ ഈ സീനിൽ കർട്ടൻ എന്ത് ചെയ്തിട്ടില്ല, ഉയർത്തിയിട്ടില്ല. ആൻഡ് സ്പീക്ക് ടു ദ ഓഡിയൻസ് ഇൻ എ സ്ലോ ഡെലിബറേറ്റ് വോയിസ്. ഇടറിയ ശബ്ദത്തോടു കൂടി വളരെ പതുക്കെ ഈ മുത്തശ്ശി കാണാൻ വന്നിരിക്കുന്ന പ്രേക്ഷകരോട്, ഓഡിയൻസിനോട് സംസാരിക്കുന്നു. ഐ ആം എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. ഞാൻ ഒരു മുതുമുത്തശ്ശിയാണ്. I was born at the turn of the century when there were no motor car. ഞാൻ ജനിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 100 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞു. ആ സമയങ്ങളിൽ when there was no motor car, ആ സമയങ്ങളിൽ മോട്ടോ കാർസ് ഉണ്ടായിരുന്നില്ല. നോ എയ്റോപ്ലെയിൻസ് ഉണ്ടായിരുന്നില്ല. നോ ടെലിവിഷൻ, TV ഉണ്ടായിരുന്നില്ല. നോ മൂവീസ്, സിനിമകളില്ല. ആൻഡ് മച്ച് ലെസ് നോയ്സ്, ശബ്ദവും വളരെ കുറച്ച് മാത്രം. എന്ന് പറഞ്ഞാൽ ശാന്തമായ അന്തരീക്ഷമായിരുന്നു. പോസസ്, ഇങ്ങനെ പറഞ്ഞ് മുത്തശ്ശി നിർത്തുന്നു. ഐ വാസ് ബോൺ ഹിയർ, ഗ്രൂ അപ്പ്. വീണ്ടും മുത്തശ്ശി തുടങ്ങുന്നു. ഞാനിവിടെ ജനിച്ചു. ഗ്രൂ അപ്പ്, വളർന്നു. മാരീഡ്, കല്യാണം കഴിഞ്ഞു. ആൻഡ് മൈ ചിൽഡ്രൻ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായി. ഗ്രാൻഡ് ചിൽഡ്രൻ, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ, അവർക്കും കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോളാം മുത്തശ്ശിയുടെ വയസ്സ് എത്രയായിരിക്കുമെന്ന്. ഐ ഹാവ് ലീവ്ഡ് ഹിയർ ഓൾ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഞാൻ ഇവിടെയാണ് ജീവിച്ചത്. ഹിയർ ഇൻ ദിസ് വില്ലേജ് ഓൺ ദി സ്ലോപ്സ് ഓഫ് ദി ധർമ്മഗിരി. ഇവിടെ ഈ ഗ്രാമത്തിൽ ധർമ്മഗിരി മലയുടെ ചുവട്ടിൽ. ദ റിവർ, ദ ട്രീസ്, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഓൾ ആർ മൈ ഫ്രണ്ട്സ്. ഇവിടെ കാണുന്ന നദി, മരങ്ങൾ, പൂക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഇതെല്ലാം എൻ്റെ കൂട്ടാളികളാണ്. ഐ ഹാവ് ഹാഡ് എ ടഫ് ലൈഫ്. എൻ്റെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ജീവിതമാണ്. ബട്ട് എ ഹാപ്പി വൺ. പക്ഷേ എനിക്ക് സന്തോഷം തന്നെ. പോസസ്, നിർത്തുന്നു. നൗ ഐ ആം ഓൾമോസ്റ്റ് 90. ഇപ്പോൾ എനിക്ക് 90 വയസ്സായി. അപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ കുറേ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കറക്റ്റ് വയസ്സ് 90 ആണെന്ന് മുത്തശ്ശി എടുത്ത് പറയുന്നുണ്ട്. മൈ ഗ്രാൻഡ് സൺ നാരായൺ ഈസ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. എൻ്റെ ഗ്രാൻഡ് സൺ നാരായൺ ഈ വില്ലേജിലെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. ഹി കെയിം ടു മീ വിത്ത് ദ മോസ്റ്റ് ഷോക്കിംഗ് ന്യൂസ്. അദ്ദേഹം എന്നെ കാണാൻ വരുന്നുണ്ട്.
അവൻ വരുന്നത് വളരെ ഷോക്കിംഗ് ആയിട്ടൊരു ന്യൂസുമായിട്ടാണ്. ഷാൾ ഐ ടെൽ യു അബൌട്ട് ഇറ്റ്? ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് പറയട്ടെ? വെയിറ്റ്, ക്ഷമിക്കൂ, നിൽക്കൂ. ഐ തിങ്ക് യു ബെറ്റർ സീ വാട്ട് ആക്ച്വലി ഹാപ്പൻ. എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങളത് കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഷീ ഹോബിൾസ് ഓഫ് ദ സ്റ്റേജ് എന്ന് പറഞ്ഞ് മുത്തശ്ശി സ്റ്റേജിൽ നിന്നും പോകുന്നു. ഹോബിൾസ് ആണ്, അതും പതുക്കെ പോവാം. എൻ്റർ നാരായൺ ഫ്രം വൺ സൈഡ് ഓഫ് ദി സ്റ്റേജ്. സ്റ്റേജിൻ്റെ ഒരു വശത്തു നിന്ന് നാരായൺ വരുന്നു. ആരാ നാരായൺ? സ്കൂൾ ഹെഡ് മാസ്റ്റർ. ആൻഡ് സാഗർ ഫ്രം ദ അതർ. മറ്റേ സൈഡിൽ നിന്ന് സാഗർ വരുന്നു. ആരാണ് സാഗർ? ബിൽഡിംഗ് കോൺട്രാക്ടർ. ദ മീറ്റ് സെൻറ്റർ സ്റ്റേജ് ആൻഡ് ഗ്രീറ്റ് ഈച്ച് അതർ. രണ്ടുപേരും സെൻറ്റർ, ഈ സ്റ്റേജിൻ്റെ നടുക്ക് വന്ന് കണ്ടുമുട്ടുന്നു, പരസ്പരം വിഷ് ചെയ്യുന്നു. നാരായൺ, വെൽക്കം, വെൽക്കം ടു അവർ വില്ലേജ്. നാരായൺ പറയാണ്, വെൽക്കം ടു അവർ വില്ലേജ് മിസ്റ്റർ സാഗർ. ഐ ആം ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. ഞാൻ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. സാഗർ ഫ്രം ബാംഗ്ലൂർ. മൈ നെയിം ഇസ് സാഗർ, ഐ ആം ഫ്രം ബാംഗ്ലൂർ. ഞാൻ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. പ്ലീസ് ടു മീറ്റ് യു. കണ്ടതിൽ വളരെ സന്തോഷം. അതാണ് പ്ലീസ് ടു മീറ്റ് യു. നാരായൺ, വിൽ യു ജോയിൻ മീ ഫോർ എ കപ്പ് ഓഫ് ടീ മിസ്റ്റർ സാഗർ? മിസ്റ്റർ സാഗർ, നിങ്ങൾ എൻ്റെ കൂടെ ഒരു കപ്പ് ചായ കഴിക്കാൻ വരുന്നോ? രാമണ്ണാസ് ടീ ഷോപ്പ് ഈസ് ജസ്റ്റ് അക്രോസ് ദ റോഡ്. രാമണ്ണയുടെ ചായക്കട ഈ റോഡിന് ജസ്റ്റ് അക്രോസ് ആണ്. പ്ലീസ് കം, ദയവായി വരൂ. സാഗർ, താങ്ക് യു. ദേ ലീവ് ടുഗദർ. നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പോകുന്നു. ഇനി സീൻ നമ്പർ 2. ഇപ്പോൾ ഇവിടെ കർട്ടൻ ഉയരും. കർട്ടൻ റൈസസ്. സീറ്റ് ഷോസ് രാമണ്ണ ടീ ഷോപ്പ്. കർട്ടൻ ഉയരുമ്പോൾ രാമണ്ണയുടെ ചായക്കട കാണുന്നു. സ്മോൾ ചിയർഫുൾ ഹോട്ടൽ വിത്ത് 2 ടേബിൾസ് ആൻഡ് സെവറൽ ചെയർസ്. ചെറിയൊരു ഹോട്ടലാണ്. 2 മേശയും കുറച്ച് കസേരകളുണ്ട്. ട്രാൻസിസ്റ്റർ റേഡിയോ ഓൺ രാമണ്ണാസ് കൗണ്ടർ. ട്രാൻസിസ്റ്റർ റേഡിയോ എന്ന് പറഞ്ഞാൽ പാട്ട് വയ്ക്കുന്ന റേഡിയോ രാമണ്ണയുടെ കൗണ്ടറിലുണ്ട്. അതിങ്ങനെ ഒരു ലൈറ്റായിട്ടുള്ളൊരു മ്യൂസിക് വരുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഫിലിം മ്യൂസിക് ബ്ലെയറിങ്. വളരെ സാവധാനത്തിൽ ഒരു സിനിമാ പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. കോൺവെർസേഷൻസ് ഓപ്പൺസ് ആൻഡ് മ്യൂസിക് ഫെയ്ഡ്. സംഭാഷണം തുടങ്ങുമ്പോൾ മ്യൂസിക് കുറയുന്നു. സാഗർ സിറ്റിംഗ്, ഇരുന്നു കൊണ്ട്. യെസ്, താങ്ക് യു. ഐ വിൽ ഹാവ് ടീ. മൂവ് ഇൻ ടു ദ വില്ലേജ് എ കപ്പിൾ ഓഫ് ഡേയ്സ് എഗോ. യു നോ, rented a house beyond the marketplace. Bit primitive, but it will be do. I am only here for 6 months. Thank goodness. അപ്പോൾ സാഗർ പറയാണ്, നന്ദി. ഐ വിൽ ഹാവ് ടീ. ചായ കഴിച്ചു. മൂവ് ടു ദ വില്ലേജ് എ കപ്പിൾ ഓഫ് ഡേയ്സ് എഗോ. ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. റെൻറ്റഡ് എ ഹൗസ് ബിയോണ്ട് ദ മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റിന് അപ്പുറത്തായിട്ട് ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തു. ബിറ്റ് പ്രിമിറ്റീവ്, കുറച്ച് പഴക്കമുള്ളതാണ്. ബട്ട് ഇറ്റ് വിൽ ഡു. പക്ഷേ തൽക്കാലം അത് മതി. ലോഫ്, ചിരിച്ചുകൊണ്ട് പറയാണ്, ഐ ആം ഓൺലി ഹിയർ ഫോർ 6 months. താങ്ക് ഗുഡ്നസ്. ഞാനിവിടെ 6 മാസമേ ഉള്ളൂ. ദൈവത്തിന് നന്ദി. എന്ന് പറഞ്ഞാൽ ഈ ടൗണിലൊക്കെ വളർന്ന ആൾക്ക് ഈ ഗ്രാമത്തിലെ സൗകര്യങ്ങൾ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനൊരു കാര്യം പറയുന്നത്. രാമണ്ണ ക്യൂരിയസ്ലി, അറിയാനുള്ള ആഗ്രഹത്തോട് കൂടി ചോദിക്കുന്നു, വൈ 6 months? എന്താ 6 മാസം? ഹാവ് യു കം ഓൺ ബിസിനസ്? നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സിന് വേണ്ടി വന്നതാണോ? സാഗർ വിത്ത് എ സ്നീർ, യാ അതെ. വൈ വിൽ ഐ കം ടു എ സ്ലീപ്പി ലിറ്റിൽ ഡാം ലൈക്ക് ദിസ് ഇഫ് നോട്ട് ഫോർ ബിസിനസ്? ഇത്രയും ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എന്തിന് ഞാൻ ബിസിനസ് അല്ലാതെ വേറെ എന്തിനു വരാനാ? വി ആർ ബിൽഡിങ് എ ഹോട്ടൽ ഹിയർ. ഞങ്ങളിവിടെ ഒരു ഹോട്ടൽ ഉണ്ടാക്കുകയാണ്. എ 5-star ഹോട്ടൽ, ഒരു 5-star ഹോട്ടൽ. രാമണ്ണ സെർവിങ് ടീ. രാമണ്ണ ചായ കൊടുത്തുകൊണ്ട്, എ 5-star ഹോട്ടൽ ഹിയർ ഇൻ അവർ വില്ലേജ്? 5-star ഹോട്ടലോ? ഞങ്ങളുടെ ഗ്രാമത്തിലോ? സാഗർ പ്രൗഡ്ലി, അതെ, അഭിമാനത്തോടു കൂടി പറയുന്നു. എ ഫാബുലസ് മൾട്ടി സ്റ്റോറീഡ് ഹോട്ടൽ. ഒരു മനോഹരമായ ധാരാളം നിലകളുള്ള ഒരു ഹോട്ടൽ. 300 റൂംസ്, 300 മുറികൾ. ഷോപ്പിംഗ് കോംപ്ലക്സ്, സ്വിമ്മിംഗ് പൂൾ, ഹെൽത്ത് ക്ലബ്, വീഡിയോ ദ വർക്ക്സ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. നാരായൺ സർപ്രൈസ്, ആശ്ചര്യത്തോടു കൂടി. ബട്ട് അവേഴ്സ് ഈസ് എ സ്മോൾ വില്ലേജ്. ഓൺലി 500 പീപ്പിൾ ലിവ് ഹിയർ. ഇവിടെ ആകെ ഒരു 500 ആളുകൾ അടങ്ങുന്ന ഒരു ചെറിയ ഗ്രാമം ഞങ്ങളത്. വാട്ട് വിൽ വി ഡു വിത്ത് എ ഹോട്ടൽ ദാറ്റ് ഹാസ് 300 റൂം? അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ 300 മുറികൾ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? സാഗ അഡ്രസ്സിങ് ദ ഓഡിയൻസ്. ഓഡിയൻസിനോടായി പറയുന്നു. വില്ലേജ് ഫോക്ക്, ഗ്രാമത്തിലെ വെറും നാട്ടിൽ താമസിക്കുന്ന ആളുകൾ എന്നുള്ളൊരു പരിഹാസത്തോടെ. ദേ ആർ ഡം, ഇവർക്കൊന്നും അറിയില്ല. ടു നാരായൺ, ഡം മീൻസ് ശബ്ദിക്കാൻ അറിയില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ കിണറ്റിലെ തവളയെ പോലെ എന്നുള്ള ഉദ്ദേശത്തിലാണ്. കിണറ്റിലെ തവളയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തവളയ്ക്ക് കിണറാണെന്ത് ലോകം. അതുപോലെയാണ് ഈ ഗ്രാമത്തിലെ ആളുകളെന്ന് സാഗർ കളിയാക്കുന്നു. നാരായണനോട്, ടൂറിസം മാൻ, ടൂറിസം, ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ടൂറിസമാണ്. വിദേശത്തൊക്കെ ആൾക്കാർ ഇവിടേക്ക് വരും. റൈസ് ഫ്രം ദ ചെയർ, ടോക്സ് ഇൻ എ എക്സൈറ്റഡ് വോയിസ്.
ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ആശ്ചര്യത്തോടു കൂടി ശബ്ദിക്കുന്നു. ദിസ് എ ലവ്ലി വില്ലേജ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വാലി. വാലിയുടെ ഏറ്റവും നടുവിലായി കാണുന്ന മനോഹരമായ ഗ്രാമം. ദിസ് റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ യുവർ വില്ലേജ് ഈസ് ദ ക്ലീനസ്റ്റ് ഐ ഹാവ് എവർ സീൻ. നിങ്ങളുടെ ഗ്രാമത്തിൽ കൂടി ഒഴുകുന്ന ഈ നദിയില്ലേ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പരിശുദ്ധ. സ്വീപ്സ് ഹിസ് ആംസ് ആൻഡ് ആസ് ഹി സ്പീക്സ് ആൻഡ് up the ധർമ്മഗിരി മൗണ്ടെയിൻ സച്ച് എ ജോർജസ് ബ്രേത്ത് ടേക്കിംഗ് വ്യൂ. പിന്നെ ധർമ്മഗിരി മൗണ്ടെയിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന മനോഹരമായ വ്യൂ, കാഴ്ച. ദ വാട്ടർ ഫോൾസ്, വെള്ളച്ചാട്ടങ്ങൾ. ദ ട്രീസ്, മരങ്ങൾ. ദ വൈൽഡ് ലൈഫ്, വന്യജീവികൾ. മാർവലസ്, സിംപ്ലി മാർവലസ്, അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ, മനോഹരം. ദ പ്ലാൻ ഈസ് ടു ബിൽഡ് എ 5-star ഹോട്ടൽ റൈറ്റ് ഹിയർ ദർ ഓൺ ദ ടോപ്പ് ഓഫ് ദ ധർമ്മഗിരി. ധർമ്മഗിരിയുടെ ടോപ്പിലാണ് ഞങ്ങളിവിടെ ഇത് ഉണ്ടാക്കുന്നത്. ഓവർ ലുക്കിംഗ് യുവർ വില്ലേജ്, നിങ്ങളുടെ ഗ്രാമത്തെ മൊത്തത്തിൽ കാണുന്ന രീതിയിൽ. പോയിൻറ്റ്സ് ടു ദ മൗണ്ടെയിൻ, മൗണ്ടെയിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഫെൻറ്റാസ്റ്റിക് ആയിരിക്കും അല്ലേ.